ജോൺ സാറിനെ വിളിച്ച് കിട്ടാണ്ടപ്പം ജിപ്സൺ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന് സാറിനെ ക്യാബിൽ നോക്കി. അപ്പോൾ അവിടെ സാറിൻ്റെ ഫോണൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ജോൺ സാർ ടോയ്ലറ്റിലേക്ക് പോകണമുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് മലയാളത്തിലിറങ്ങിയ ത്രില്ലർ സിനിമകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഇനിയൊരു രണ്ടാം ഭാഗമുണ്ടാകുമെന്ന വ്യക്തമായ സൂചന നൽകിയാണ് അവ അവസാനിക്കുന്നത്. സമാനമായ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് നവാഗതനായ സംജാത സംവിധാനം ചെയ്യുന്ന ഗോളം എന്ന സിനിമയും പ്രേക്ഷകരുടെ മുന്നിലേക്കെത്തുന്നത്. അധികം വലിച്ചുനീട്ടലുകളില്ലാതെ ചടുലമായി കഥ പറഞ്ഞു പോകുന്ന ഗോളം പുതിയ കാലത്തിന്റെ ത്രില്ലർ സിനിമ തന്നെയാണ്. It was a well-orchestrated plan. I think it's a murder. അസാധാരണമായ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് സിനിമയുടെ ട്രെയിലർ അവസാനിക്കുന്നത്. ആ കുറ്റകൃത്യത്തിന്റെ വിശദാംശങ്ങളും ശ്രീകാന്ത് മുരളി അവതരിപ്പിക്കുന്ന പോലീസ് ഓഫീസർ വിവരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ 10 മണിക്ക് വീട്ടെക് എന്ന സ്ഥാപനത്തിലെ ശുചിമുറിയിൽ മരണപ്പെട്ടു കിടക്കുന്നതായി ഒന്നാം സാക്ഷികൾ കാണപ്പെട്ട കാര്യത്തിന്റെ അന്വേഷണത്തിൽ നിന്നും ടിയാന്റെ മരണത്തിൽ മറ്റു സംശയങ്ങളൊന്നും ഇല്ല എന്ന് വെളിവായിട്ടുള്ളതാണ്. ആർക്കും വലിയ സംശയങ്ങളൊന്നും ജനിപ്പിക്കാത്ത ഒരു മരണത്തിന്റെ പിന്നാലെ പോകുന്നത് ആരാണ്? അയാൾ കണ്ടെത്തുന്ന രഹസ്യങ്ങൾ എന്താണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഗോളം എന്ന സിനിമ. അവരിൽ ആരത് ചെയ്തു ആൻഡ് ഹൗ? വീട്ടെക് എന്ന IT കമ്പനിയിൽ ജോലി ചെയ്യുന്നവരുടെ ഒരു ദിവസം തുടങ്ങുമ്പോഴുള്ള ഓട്ടങ്ങളിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. പേരെഴുതി കാണിക്കുന്നതിനു വേണ്ടിയുള്ള വെറും ദൃശ്യങ്ങളല്ല അവയെന്ന് സിനിമ മുൻപോട്ട് പോകുമ്പോൾ പ്രേക്ഷകർ തിരിച്ചറിയും. കണ്ട സിനിമകളെ മനസ്സിലേക്ക് റീവൈൻഡ് ചെയ്തുകൊണ്ട് സിനിമയിലെ പോലീസ് ഉദ്യോഗസ്ഥനൊപ്പം പ്രേക്ഷകരും കുറ്റവാളിയെ തിരയും. എന്നാൽ ഒളിച്ചിരിക്കുന്ന ആ കുറ്റവാളിയെ കണ്ടെത്തുന്നതിൽ അവസാനിക്കുന്നില്ല ഈ ചിത്രമെന്നതാണ് ഗോളത്തെ മറ്റു ത്രില്ലറുകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ടൈം വി ന്യൂസ്.